ഞങ്ങൾ ഇന്ന് കൊടൈക്കനാൽ പോവുകയാണ്. പാലക്കാട് വഴി നാട്ടുകല്ല് വഴിയാണ് ഞങ്ങൾ പോയത്. അവിടെ നേർച്ച നടക്കുകയായിരുന്നു. സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. പാലക്കാട് നിന്നും കൊടൈക്കനാൽക്ക് പോകുന്ന വഴികളെല്ലാം മനോഹരമായിരുന്നു. റോഡുകളിലെ ലൈറ്റും ഒക്കെ. പോകുന്ന വഴിക്കാണ് പ്രിൻസസ് ഇസ് കൊടൈക്കനാൽ വെൽക്കംസ് യു എന്ന ബോർഡ് കണ്ടത്. അവിടുന്ന് ഞങ്ങൾ പഴനി വ്യൂ കണ്ടു. വളരെ രാത്രിയായിരുന്നു. ഞങ്ങൾ രാത്രി 8 മണിക്കാണ് കോഴിക്കോട് നിന്നും കൊടൈക്കനാലിലേക്ക് തിരിച്ചത്. രാവിലെ ഒരു 6 മണി 5:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചുരമെത്തി. ചുരത്തിൽ നിന്നും നേരെ ഫസ്റ്റ് വ്യൂ കാണുന്നത് കാസ്കേഡ് വാട്ടർഫോൾ ആണ്. സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ. മനോഹരമായ ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. അതോടൊപ്പം തന്നെ നല്ല തണുപ്പുമാണ് അവിടെ. തണുത്ത് 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 മക്കളെല്ലാം നല്ല വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും വളരെ മനോഹരമായിരുന്നു അവിടെ. അവിടുന്ന് നേരെ പോയത് കൊടൈ ലേക്കിലേക്കാണ്. നേരത്തെ ചെന്നതിനാൽ ഞങ്ങൾക്ക് ബോട്ടിംഗ് സർവീസ് ഒന്നും ലഭിച്ചില്ല. എന്നാലും ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. പിന്നെ അടുത്തത് പോയത് ബ്രയാൻ പാർക്കിലേക്കാണ്. ആ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും അവിടുത്തെ ഭംഗിയെല്ലാം വളരെ അധികം മനോഹരമാണ് അവിടെ കാണാൻ. അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. സൂയിസൈഡ് പോയിന്റിൽ വളരെ തിരക്കുണ്ട്. വെക്കേഷൻ ആയതിനാൽ തന്നെ നല്ല ആളുകളുണ്ട് അവിടെ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കടകളുണ്ട്. മല കയറുന്നത് വരെ കടകളാണ്. പലതര കച്ചവടക്കാർ. എല്ലാം കണ്ട് 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 ഞങ്ങൾ നടന്ന് ഒരുപാട് നടക്കാനുണ്ട് മുകളിലേക്ക്. എല്ലാ കടകളും കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുകളിലേക്ക് എത്തി. അവിടെ വലിയ ഗേറ്റ് വെച്ചൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് ഉള്ള വ്യൂ അവിടെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. രാവിലെ ആയതിനാൽ നല്ല കോടയായിരുന്നു. എന്നാലും നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടുന്ന് നേരെ തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. നല്ല അന്തരീക്ഷം, തണുത്ത അന്തരീക്ഷം. കൊടൈക്കനാലിൽ നല്ല തണുപ്പാണ്. എന്നാലും ഞങ്ങളെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് കുരങ്ങന്മാരെ ഞങ്ങൾ കണ്ടു. എന്തൊക്കെയോ പോകുന്ന വഴിയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരതൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് പോയപ്പോൾ മഞ്ഞു മൂടിയ റോഡായിരുന്നു. ഗുണാകേവിലേക്ക് പോകുന്ന വഴിയാണിത്. നല്ല മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഉണ്ട് ഒരുപാട് ഷോപ്പിങ്ങുകൾ. ഇത് അവിടുത്തെ പൂക്കളാണ്. കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നും, പക്ഷെ എല്ലാം ഒറിജിനലാണ്. ഞങ്ങൾ അതും വാങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചത് അതിനടുത്തുള്ള ഒരു എലിഫന്റ് പാർക്കാണ്. അവിടെ ഞങ്ങൾ കയറി. 3 എലിഫന്റുകളുടെ ഒരു ബിംബം ഉണ്ടാക്കി വെച്ച് അവിടെ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരുപാടുണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. നേരെ പോയത് ഗുണാകേവിലേക്കാണ്. ഗുണാകേവിൽ നല്ല തിരക്കന്നെ. അവിടെയും നല്ല തിരക്കാണ്. ഒരുപാട് ആളുകളുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ഗുണാകേവിന്റെ അകത്തേക്ക് കയറി. ഒരു വഴി കൂടെ ആളുകൾ കയറുന്നു, മറ്റു വഴിയിൽ കൂടെ ആളുകൾ ഇറങ്ങുന്നു. നല്ല ബഹളമാണ് അവിടെ. ആളുകളുടെ ഒരുപാട് ബഹളങ്ങളുണ്ട് അവിടെ. കുട്ടികളും വലിയ വലിയ ആളുകളും സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ അവിടെ വെക്കേഷനായിട്ട് ട്രിപ്പ് വന്നിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന ഫിലിമിലൂടെയാണ് നമ്മളിത് പരിചയപ്പെട്ടത് തന്നെ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കണ്ടുകൊണ്ടാണ്. പൈൻ ഫോറസ്റ്റ് കണ്ടുകൊണ്ടാണ് അടുത്ത യാത്ര ഞങ്ങൾ തിരിച്ചത്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പളനിയിലേക്കാണ്. പളനി കഴിഞ്ഞ പാട് ഞങ്ങൾ ഒരു റൂം എടുത്ത് അന്ന് രാത്രി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ നേരെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ നേരെ പോകുന്നത് വാൽപ്പാറ വഴി അതിരപ്പള്ളിയിലേക്കാണ്. കൊടൈക്കനാൽ പളനി വഴി വാൽപ്പാറയിലേക്ക് വരുന്നത് വലിയൊരു ചുരമാണ്. ചുരമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ചുരമാണ്. ഒരുപാട് കുന്നുകളും പാറകളും ഒക്കെ കയറി വേണം നമ്മൾ അതിന് മുകളിലെത്താൻ. ഏറ്റവും മുകളിലെത്തണം. പാറകൾക്കിടയിലൂടെയുള്ള റോഡുകളും പിന്നെ മരങ്ങൾക്കിടയിലൂടെയുള്ള റോഡുകളും ഒക്കെയാണ്. വലിയൊരു ചുരം എന്ന് തന്നെ പറയാം. ഇവിടേക്ക് കയറുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ പൈസ അടച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കയറാൻ.
അത് കയറിയ അടച്ചതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻട്രി ഉള്ളത്. ഒരുപാട് കിലോമീറ്ററുകളോളം നമ്മൾ ഈ ചുരം കയറി. ദൂരെ കാണുന്ന മല അതുപോലത്തെ ഒരു മലന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോഴും കയറി പോകുന്നത്. ആനകളൊക്കെ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഒരുപാട് വണ്ടികൾ പോകുന്നത് കൊണ്ടാവാം അവയുടെ സൗണ്ടൊക്കെ കാരണം അവരൊന്നും വന്നിട്ടില്ല. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു നല്ലൊരു വാട്ടർഫാൾ കണ്ടു, ചെറിയൊരു വാട്ടർഫാൾ. അത് ഞങ്ങൾ ഈ പോകുന്നതിന് ഇടയിൽ തന്നെയായിരുന്നു. ഒരുപാട് വാട്ടർഫാൾസുകൾ ഉണ്ട് അവിടെ, ഒരുപാട് വ്യൂ പോയിന്റ്സുകൾ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നിർത്തി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കാണാത്ത ഒരു ലോകം തന്നെയാണിത്. നമ്മൾ ഇതുവരെ ഇതുപോലെ ഒരു ലോകം നമ്മൾ ഇതുവരെ ഒരു വ്യൂ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് മറ്റൊരു വാട്ടർഫാൾ ആണ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട മറ്റൊരു വാട്ടർഫാൾ ആണ്. ഇവിടെ നമുക്ക് ഇറങ്ങാം, ചായ കുടിക്കാം, എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. അവിടെ ചായപ്പൊടി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു പാക്കറ്റ് ചായപ്പൊടി വാങ്ങി അവിടുന്ന്. നല്ല ചായ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പാക്ക് ചായപ്പൊടി അവിടുന്ന് വാങ്ങി. അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ റോഡിന്റെ രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഓരോരോ മരങ്ങൾ. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. അവിടെയും ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത്. ഒരുപാട് ഫാമിലികളും പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നവര്, കോളേജ് ട്രിപ്പ് വന്നവർ എല്ലാവരും അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളും മക്കളൊക്കെ ഇറങ്ങി അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഷോളയാർ ഡാം. അതാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ. അത് കാണുന്നത് തന്നെ ആ ഡാമിന്റെ ഏകദേശ ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഷോളയാർ ഡാമിലാണ്. ഷോളയാർ ഡാമിലേക്കുള്ള എൻട്രി കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും പകുതി വരെ നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഞങ്ങളുടെ മക്കളൊക്കെ ഉള്ളിൽ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കണ്ടു. തിരിച്ചു പോകുന്ന വഴിയാണ് ഷോളയാർ ഡാമിന്റെ ഒരു ഭാഗം നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് ചെന്നപ്പോഴാണ് വേറെ ചെറിയൊരു വാട്ടർഫാൾ ഞങ്ങൾ കണ്ടു. അവിടെയും ഞങ്ങൾ ഇറങ്ങി ഒരുപാട് നേരം കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. അവിടുന്ന് ഞങ്ങൾ പോകുന്നത് തന്നെ ഒരു കാട്ടിലൂടെയാണ്. കാടുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡുകളാണ് നമ്മൾ ഈ പോകുന്ന ഓരോ അന്തരീക്ഷവും. പിന്നെ നമ്മൾ കാണുന്നതാണ് ചാർപ്പ വാട്ടർഫാൾ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചാർപ്പ വാട്ടർഫാളിലെത്തി. കുറച്ചു നേരം അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ചെറിയ മോനെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് അവനെ ഞങ്ങൾ കാറിൽ നിന്നും എടുത്തില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. അവിടുന്ന് നേരെ അതിരപ്പള്ളിയിലേക്കാണ് പോയത്. അതിനിടയിൽ വാഴച്ചാൽ വാട്ടർഫാൾ ഉണ്ടെങ്കിലും സമയം വൈകിയതിനാൽ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അതിരപ്പള്ളിയിലും ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 6 മണിയായിരുന്നു. 5 മണി വരെയുള്ളൂ ടിക്കറ്റ്. എന്നാലും ഉള്ളത് കണ്ട് ഞങ്ങൾ പോന്നു.